പാരീസ് ഒളിമ്പിക്സിൽ 16 ഇനങ്ങളിലായി 117 കായിക താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങി. ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുത്തത് അത്ലറ്റിക്സിലായിരുന്നു. രണ്ടാമത് ഷൂട്ടിംഗ്. ഏറ്റവും കൂടുതൽ താരങ്ങളെ അയച്ച സംസ്ഥാനം ഹരിയാന. ഉദ്ഘാടന ചടങ്ങിൽ PV സിന്ധുവും അജന്ത ശരത് കമാലും. സമാപന സമ്മേളനത്തിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യയുടെ പതാക വാഹകരായി. ഒരു വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ ആകെ 6 മെഡലുകളുമായി 71-ാം സ്ഥാനമാണ് ഇന്ത്യ നേടിയത്. 1-ാം സ്ഥാനം അമേരിക്കയ്ക്കും 2-ാം സ്ഥാനം ചൈനയ്ക്കുമായിരുന്നു. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ ആയിരുന്നു. 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് വനിതകൾക്കായുള്ള മത്സരത്തിൽ വെങ്കല മെഡലാണ് മനു ഭാക്കർ നേടിയത്. ഷൂട്ടിങ്ങിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് മനു ഭാക്കർ. രണ്ടാമതായി മെഡൽ നേടിയത് മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം. മിക്സഡ് ഡബിൾസ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. ഇതോടുകൂടി ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി മനു ഭാക്കർ മാറി. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ പുരുഷന്മാർക്കായുള്ള മത്സരത്തിൽ സ്വപ്നിൽ കുസാലെ വെങ്കൽ മെഡൽ നേടി. ഹോക്കി മത്സരത്തിൽ ഇന്ത്യ വെങ്കലം നേടി. തുടരെ 2-ാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ മെഡൽ നേടുന്നത്. ഈ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച നേട്ടം നീരജ് ചോപ്ര നേടിയ വെള്ളി മെഡലാണ്. പുരുഷന്മാർക്കായുള്ള ജാവലിൻ ത്രോ മത്സരത്തിലാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത്. ഈ മത്സരത്തിൽ പാകിസ്ഥാൻ്റെ അർഷദ് നദീം ഒളിമ്പിക് റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഈ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ അവസാനത്തെ മെഡൽ നേടിയത് പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ അമൻ സെഹ്റാവത്താണ്. വെങ്കല മെഡലായിരുന്നു ഇത്. ഈ ഒളിമ്പിക്സിന് മുൻപേ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഷെഫ് ഡേ മിഷൻ ഗഗൻ നാരംഗ് ആയിരുന്നു. വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിന് തൊട്ടു മുൻപ് നടന്ന ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികമായതിനെ തുടർന്ന് വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കിയത് കാരണം ഇന്ത്യയ്ക്ക് ഉറപ്പായിരുന്ന ഒരു മെഡൽ നഷ്ടമായിരുന്നു.